ോടൊപ്പം ടെലിഫോൺ ലൈനിലൂടെ ശ്രീ അനിൽകുമാർ, ആഗോള അയ്യപ്പ സംഗമത്തെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഈ ശബരിമല എന്ന പേരിനോട് ചേർത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ള കുറേ പേരുകളിലൊന്നാണല്ലോ, അവരുൾപ്പെടെയുള്ളവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ചില സംശയങ്ങളുള്ളത് ശബരിമലയിൽ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തുമ്പോൾ അതിന് മുൻപുണ്ടായിട്ടുള്ള മുറിവുകൾ ഉണക്കാനുള്ള ഒരു ശ്രമമാണോ ഇത് എന്നൊരു സംശയമാണ്. ഇതിന് പിന്നിൽ സർക്കാരിന് CPM-ന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? അല്ല, നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ അതിലെ വിശ്വാസികൾക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് ഉപയോഗിക്കാൻ അവസരം ഉണ്ടാവുക എന്നത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണാധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അത് എല്ലാ മതവിശ്വാസിക്കും അവർ പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ആരാധനാലയങ്ങളെ സംരക്ഷിക്കുക. ഒരു പ്രത്യേക മതക്കാർക്ക് അതിന് അവകാശമില്ല. അവരുടെ ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കുക, അവരുടെ പുരോഹിതന്മാരെ കടന്നാക്രമിക്കുക, ആ വിശ്വാസങ്ങളെല്ലാം അനാദരിക്കുക എന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളിൽ നിന്ന് വേറിട്ട വ്യത്യാസമാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരോടും സ്വീകരിക്കാറുള്ളത്. ശബരിമലയുടെ പ്രത്യേകത, ശബരിമല എല്ലാ മതക്കാർക്കും വരാവുന്ന ഒരു ആരാധനാലയമാണ്. അതൊരു ഹിന്ദു മത തീർത്ഥാടന കേന്ദ്രമായി പരിമിതപ്പെടുത്തേണ്ടതില്ല. ദേവസ്വം ബോർഡാണ് അതിന്റെ ചുമതല നിർവഹിക്കുന്നതെങ്കിലും എല്ലാ മതക്കാരും വരുന്ന, എല്ലാ മതക്കാർക്കും വരാവുന്ന, പ്രത്യേകിച്ച് നല്ല നിലയ്ക്ക് എന്താണോ തത്വമസി പറയുന്നത് ആ സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ പകുതി മനസ്സോടെ ചിന്തിക്കുന്ന ഒരാൾക്കും തത്വത്തിനോട് പ്രവേശനമില്ല, അവരോട് പോകാതിരിക്കുകയാണ് നല്ലത്. ഇപ്പൊ ഈ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ചില ആളുകൾ ഇത്തവണ അവിടെ പോയിരുന്നില്ല. അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരു ദർശന സൗഭാഗ്യം ഈ വർഷം അവിടെ ലഭ്യമായി. എല്ലാവരും അത് അഭിമാനത്തോടെ പറയുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായി നടക്കുകയായിരുന്നല്ലോ ശ്രീ അനിൽകുമാർ. ഇതിനിടയിലാണ് നമുക്ക് അറിയാവുന്ന പോലെ 18-ലും 19-ലും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ രാഹുൽ ചോദിക്കുന്ന ഒരു കാര്യം, ആത്മാർത്ഥമായിട്ടാണ് ഈ ശ്രമമെങ്കിൽ ശബരിമലയിലെ വിശ്വാസികൾക്ക് വേണ്ടി നടന്ന സമരങ്ങളിൽ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളിലൊക്കെ പ്രതികളായവരുടെ കേസുകൾ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവരൊക്കെ ഇറങ്ങിയത് ശബരിമല അയ്യപ്പന് വേണ്ടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ നീണ്ട പോരാട്ടം നടത്തിയതൊക്കെ ശബരിമലയിൽ അയ്യപ്പന്റെ എങ്ങനെയാണോ ശബരിമലയിലെ ക്ഷേത്ര സംവിധാനങ്ങൾ ഉള്ളത് അത് അതുപോലെ തുടരണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ ആ പ്രക്ഷോഭം നടന്നത്. അപ്പോൾ അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ പിൻവലിക്കാത്തത് എന്താണ്? അല്ല, പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ കേസ് കൊടുത്തത് RSSുമായി ബന്ധപ്പെട്ടൊരു സംഘമാണ്. ആ കേസ് കൊടുത്ത ഒരാളെ BJPയുടെ വക്താവായി നിയമിച്ചത് നമ്മൾ പിന്നീട് കണ്ടതാണ്. BJPയുടെ വനിതാ നേതാക്കളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക, BJP തന്നെ മുൻകൈ എടുത്ത് തൃപ്തി ദേശായിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരിക. BJPക്കാർ തന്നെ ഈ പരിപാടികൾ നടത്തിയിട്ട് സുവർണാവസരമാണെന്ന് ശ്രീധരൻപിള്ള പറയുക. ഇനി സ്ത്രീകൾക്കും ശബരിമല ചവിട്ടാമെന്ന് ജന്മഭൂമി ഇടുക. ഞങ്ങളതിന് പിന്തുണയ്ക്കുന്നുവെന്ന് RSS പ്രഖ്യാപിക്കുക. പിന്നീട് നമ്മുടെ നാട്ടിലെ മതവിശ്വാസികളെ, അയ്യപ്പ ഭക്തന്മാരെ അപമാനിക്കത്തക്ക വിധം ശബരിമലയ്ക്കകത്ത് A പരിപാടി അല്ലെങ്കിൽ B പ്ലാൻ C പ്ലാൻ എന്താണ് ചോര വീഴ്ത്തുക. ശബരിമലയിൽ ചോര വീഴ്ത്താൻ തീരുമാനിച്ചവരാണ് അവർ. ശരി, അതൊക്കെ സംഭവിച്ചു, നമുക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് ഇത്രയും കാലമായില്ലേ നമ്മൾ ശബരിമലയ്ക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ ഇവരൊക്കെ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ്. ഞങ്ങൾ നിന്നത് ശബരിമലയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് രാഹുലിന് എന്തോ ചോദിക്കാനുണ്ട്. എന്താ രാഹുൽ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ശബരിമല കേസിന് പിന്നിലുള്ള താല്പര്യം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ളതായിരുന്നു. കേരളത്തിൽ നമ്മുടെ രമേശ് ചെന്നിത്തലാജി അടക്കമുള്ള കുറച്ച് നേതാക്കൾക്കാണ് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം മനസ്സിലായത്. മുതിർന്ന രാജ്യസഭാ MP-യും ഹാർവാർഡ് പ്രൊഫസറും BJP നേതാവുമായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി അടക്കം തുറന്നു പറയുന്നുണ്ട്, ശബരിമല യുവതികളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം. ഇതിനുള്ളൊരു കളമൊരുക്കലായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. അതായത് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പണി കൊടുക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ ശബരിമലയിൽ അവിടെ ഒരു നാടകം കളിച്ചാണ്. ഇതാണ് അതിന്റെ പിന്നിൽ 17 വർഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴല്ലേ എല്ലാവരും വന്നത്. 2007 മുതൽ ഈ കേസിൽ സുപ്രീം കോടതിയിൽ പലവട്ടം ഒറ്റയ്ക്ക് ഞാൻ മാത്രം പോയിരുന്നിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ വരെ ഞങ്ങൾ പോരാടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതികാരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട അവസരമല്ല. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ദയവായി കേസുകൾ പിൻവലിക്കുക. രണ്ട്, BJP RSS ഒന്നോ രാഷ്ട്രീയമോ അല്ല. രണ്ട്, അയ്യപ്പ ഭക്തന്മാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ NSSO അല്ലെങ്കിൽ SNDP അടക്കമുള്ള മുഖ്യധാരാ സംഘടന എടുത്താൽ മതി. അപ്പൊ ഈ വിഷമത്തെ ഒന്ന് അക്നോളജ് ചെയ്യുക. ആ
അന്ന് അങ്ങനെ ഒരു എടുത്ത ചില നിലപാടുകൾ acknowledgement തയ്യാറാവുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ മുറിവ് ഉണക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം വേണ്ടത് പറ്റിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളെന്ന് ഞാൻ പറയുന്നില്ല, അന്നുണ്ടായ പ്രശ്നങ്ങളിൽ നമുക്കുമുണ്ടായി വീഴ്ചകൾ എന്ന തരത്തിൽ ഒരു അക്നോളജ്മെന്റ്, അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്നോളജ്മെന്റ് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്? ശ്രീ അനിൽകുമാർ, കേരള സർക്കാർ ഇതിലൊന്നും കക്ഷിയല്ല. ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തത് സംഘപരിവാരാണ്. കേസ് കൊടുത്തത് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത്. ഇപ്പോഴും ആ വിധി നിലനിൽക്കുന്നു. ആ വിധിയുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന സുപ്രീം കോടതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി അതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കേരള സർക്കാരിന് യാതൊരു തരത്തിലും എന്തെങ്കിലും പ്രത്യേക താല്പര്യം അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടില്ല. അവിടെ മര്യാദയ്ക്ക് ദർശനം നടത്താൻ ആളുകൾക്ക് അവകാശമുണ്ട്. ഇവർ ചോര ഒഴുക്കാൻ വരാതിരുന്നാൽ മതി. അവിടെ എ പ്ലാനും ബി പ്ലാനും സി പ്ലാനുമായിട്ട് ആരും വരാതിരുന്നാൽ മതി. ശബരിമല ഇവരുടെ ആരുടെയല്ല, എല്ലാവരുടേതുമാണ്. അവിടെ നല്ല വിമാനത്താവളം ഉണ്ടാക്കണം, നല്ല തീവണ്ടിപ്പാത ഉണ്ടാക്കണം, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. അതൊക്കെയാണ് നാട്ടുകാരുടെ ആവശ്യം. അതൊക്കെ ചെയ്യുന്നത് സർക്കാരാണിത്. ഈ സംഗമം എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് ആ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ത്രാണി നൽകുന്ന തരത്തിലുള്ള മുന്നേറ്റത്തിനാണ് ലക്ഷ്യമിടുന്നത്. ശരി, എന്തായാലും സെപ്റ്റംബർ തൊട്ട് രാഹുൽ പെട്ടെന്ന് ഒരു കാര്യം മാത്രം, CPM അനൌദ്യോഗികമായി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞല്ലോ ഞങ്ങൾക്ക്